ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കുറുമയാണ്. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഞുറുക്കി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 വലിയ സവാള ചെറുതായി അരിഞ്ഞത്, 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത്, വലിയൊരു കഷ്ണം ഇഞ്ചി, 3 വലിയ വെളുത്തുള്ളി, 8 പച്ചമുളക്. നമ്മൾ ചിക്കൻ കുറുമയിൽ കൂടുതൽ പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്, മുളക് പൊടി കുറച്ച് ഉപയോഗിക്കാറുള്ളൂ. ഇനി ഗരം മസാലയ്ക്കായിട്ട് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 6 ഏലക്ക, 5 ഗ്രാമ്പൂ, 2 തക്കോലം, 1 2 ഇഞ്ച് വലുപ്പത്തിൽ കറുകപ്പട്ട, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കശകശ, 12 കാഷ്നട്ട്, 1 പിടി മല്ലിയില, 1 കപ്പ് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ. ഇതിന് പകരം നമുക്ക് തേങ്ങ അരച്ചായാലും ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്. ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഗരം മസാലയ്ക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ, കശകശ, ഇത്രയും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴന്നു കിട്ടാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പം സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ച മസാല ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം, പച്ചമണം മാറുന്നിടം വരെ. തീയെ കുറച്ച് വെച്ചിട്ട് പച്ചമണം മാറുന്നിടം വരെ നമുക്ക് ഇളക്കിയെടുക്കാം. മസാലയുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത് ഇട്ട് കൊടുക്കാം. കുറച്ചു നേരം ഇളക്കി കൊടുക്കാം, പൊടികളിലെ പച്ചമണം മാറുന്നതിന്. ഇപ്പോൾ പൊടികളിലെ പച്ചമണം മാറിയിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ കുറുമയിൽ കൂടുതൽ പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്, മുളക് പൊടി കുറച്ച് ഉപയോഗിക്കാറുള്ളൂ. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടണം. നമ്മൾ നേരത്തെ സവാള വഴറ്റിയപ്പോൾ ഉപ്പിട്ടായിരുന്നു, അതിനനുസരിച്ച് വേണം ഉപ്പിടാൻ. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഒരു 20-25 മിനിറ്റിനുള്ളിൽ വേവിക്കാം. ചിക്കൻ വേവുന്ന സമയത്ത് നമുക്ക് കാഷ്നട്ടിന്റെ പേസ്റ്റ് ഉണ്ടാക്കി വെക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൽ കുറച്ച് ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം.
നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കറി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ നല്ല കട്ടി ഉണ്ടായിരിക്കണം. ഇനി കാഷ്നട്ടിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കാം. ചാറ് വേണ്ട ഒരു കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി, കൂടുതൽ വേണമെങ്കിൽ. ഇതിലേക്ക് മല്ലിയില വിതറിക്കൊടുക്കാം. ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്.